ദൈവം നമ്മളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദിവസങ്ങളുടെ മണിക്കൂറുകളിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എനിക്ക് ഉറപ്പുണ്ട് ഈ 9 ദിവസവും ആരാധനയിലും വചനത്തിലും പങ്കെടുത്ത നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ലെന്ന്. ദൈവം നിങ്ങളെ തൊടാതിരിക്കില്ല, ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കാതിരിക്കില്ല, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കില്ല. ഇന്ന് നമ്മൾ ഈ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സമർപ്പിച്ച, എഴുതി അയച്ച, പ്രാർത്ഥനാ സഹായം ചോദിച്ച ആ നിയോഗങ്ങൾ, നിങ്ങളോട് ആരെങ്കിലും പ്രാർത്ഥന ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനകളെല്ലാം ഒന്ന് സ്വീകരിക്കുകയാണ്. എന്നിട്ട് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുകയാണ്. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ, ഈ പ്രിയപ്പെട്ട വ്യക്തിയെ, ഈ കണ്ണുനീരോടെ ഇരിക്കുന്ന ഈ ഒരു വ്യക്തിയെ, ഈ മുറിയിൽ ആകെ ഈ തകർന്നിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ജീവൻ ഇവർക്ക് കൊടുക്കണമേ. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാണ്. ആ ജീവൻ സാധാരണ നിലയിൽ കുറച്ചുണ്ടാകാനെന്നല്ല, അത് സമൃദ്ധിയായി നിങ്ങളിൽ ഉണ്ടാകാനാണ് ഞാൻ വന്നത് യേശു പറഞ്ഞിട്ടുണ്ട്. കർത്താവ് ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് ഈ വചനം നൽകുന്ന സമൃദ്ധിയായ ജീവൻ, സമൃദ്ധിയായ നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ഏറ്റു ചൊല്ലി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വിമല ഹൃദയ പ്രതിഷ്ഠയുടെ ഒരുക്കമായ ഈ 10-ാം ദിവസത്തിലെ വചനത്തിലും ആരാധനയിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളെയും, ഓരോ വ്യക്തികളെയും ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകണമേ. എന്നെയും എന്റെ കുടുംബത്തെയും ഇപ്പോൾ സമർപ്പിക്കുന്നു. എന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. അസ്വസ്ഥതകളെ മാറ്റണമേ. ദൈവശക്തിയുടെ പ്രവർത്തനങ്ങൾ സംഭവിക്കണമേ. അന്ധകാരത്തിന്റെ, പൈശാചികതയുടെ, തിന്മയുടെ എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയണമേ. ഞാനും എന്റെ കുടുംബവും അങ്ങയുടേതാണ്, അങ്ങയുടേത് മാത്രമാണ്. തിന്മയുടെ ആധിപത്യങ്ങൾക്ക് എന്റെയോ എന്റെ കുടുംബത്തിന്റെ മേലോ യാതൊരുവിധ അധികാരമോ സ്വാധീനമോ ഇല്ല എന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നിങ്ങളിൽ ചില ബന്ധനങ്ങൾ അഴിയുന്ന, ചില രോഗങ്ങളുടെ മേൽ സൗഖ്യം ലഭിക്കുന്ന, അത്ഭുത വിടുതലുകൾ അനുഭവിക്കുന്ന ചില മിനിറ്റുകളിലൂടെയാണ് കടന്നുപോയത്. പ്രാർത്ഥിച്ച് ആരാധനയിൽ നടത്തുമ്പോൾ അറിയാൻ പറ്റും ദൈവം ഒത്തിരി കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ നിങ്ങളിൽ ചെയ്യുന്നത്, ദൈവം നിങ്ങളിൽ ഇടപെടുന്നത്. അതിങ്ങനെ ഒരാത്മാവിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അത് ഏതൊരാൾക്കും അറിയാൻ പറ്റും അവിടെ നടക്കുന്ന ദൈവപ്രവർത്തനങ്ങൾ. അതങ്ങനെയാണ്. അത് നിങ്ങളും പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ, ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തോന്നില്ലേ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുന്ന ഒരു പൾസ് നമുക്കുള്ളിൽ കിട്ടും. ആ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ, ദൈവം പ്രവർത്തിക്കുന്നില്ലയോ എന്ന് നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിൽ പിടികിട്ടും, മനസ്സിലാവും. ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ദൈവം ഇടപെട്ടുകൊണ്ടായിരിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥന ഇത് അവഗണിച്ച് കളയരുത്, ഇത് നിസ്സാരമാക്കരുത്. ഇത് വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു സമയമാണ്. ഇന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ആരാധനയിൽ നിങ്ങളോട് ചേർത്ത് വയ്ക്കുന്നത്. ഇന്ന് നമ്മൾ 10-ാമത്തെ ദിവസം കേട്ടത് സക്കേവൂസിൻ്റെ ഉപമയാണ്. അതോടെ പ്രതീക്ഷയുള്ള ഒരു സക്കേവൂസിനെ അവിടെ കാണാൻ പറ്റും. പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നാണ് പ്രതീക്ഷ. ചിലപ്പോൾ നമ്മൾ ചിറക് കരിഞ്ഞ പ്രാണി പോലെ നമ്മൾ നിലത്ത് വീണ് വട്ടം കറങ്ങും. പറക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇതാ ചിറക് കരിഞ്ഞുപോയി. ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ?
വിളക്കിൻ്റെ ചുവട്ടിൽ മെഴുകുതിരിയുടെ വെട്ടത്തിൽ പ്രാണികൾ വട്ടം കറങ്ങി അതിൻ്റെ അടുത്ത് മുട്ടി അതിൻ്റെ ചിറക് കരിഞ്ഞ് അത് താഴെ വീഴും. പിന്നെ അത് ജീവൻ പോകുന്നവരെയും ഇങ്ങനെ അതിൻ്റെ ചുവട്ടിൽ കൂടെ വട്ടം കറങ്ങും. ഇങ്ങനെ വട്ടം കറങ്ങുന്ന സ്വപ്നങ്ങളുണ്ട്. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, സന്തോഷത്തോടെയൊക്കെ ജീവിക്കണമെന്നുണ്ട്. എന്തോ പറ്റുന്നില്ല, എന്തോ കഴിയുന്നില്ല. ആഗ്രഹം ഉണ്ടെങ്കിലും പറ്റുന്നില്ല. ആഗ്രഹിച്ചതൊന്ന്, ലഭിച്ചതോ മറ്റൊന്ന്. ഒത്തിരി പേര് ജീവിതത്തിൽ എഴുതി വച്ചൊരു വാക്കാണ്. എന്താ വിഷമം? ഞാൻ ആഗ്രഹിച്ചത് ഇതാണ്, എനിക്ക് ലഭിച്ചത് വേറൊന്നാണ്. ഞാൻ ഒത്തിരി നാൾ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയാണ് ജീവിതം ആഗ്രഹിച്ചത്. എനിക്ക് ലഭിച്ചത് അതൊന്നുമല്ല, മറ്റൊന്നാ. അവിടെ തകർന്നു പോയി. പക്ഷെ ബൈബിൾ പറയുന്നു, നീ തകർന്നു പോയി, ചിറകങ്ങ് കരിഞ്ഞു പോയാലും, ഒരു പ്രാണിയുടെ ചിറക് പോയാൽ വേറൊരു ചിറക് മുളച്ചു വരില്ലായിരിക്കും. അതിൻ്റെ ജീവിതം ആ വിളക്കിൻ്റെ ചുവട്ടിൽ തീർന്നു പോകുമായിരിക്കാം. പക്ഷെ വിശ്വാസി അങ്ങനെയല്ല കേട്ടോ. പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ്റെ ജീവിതം അങ്ങനല്ല. ചിറക് കരിഞ്ഞു പോയാലും പ്രവാചകൻ പറയുന്നുണ്ട്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അവന് പ്രാണിയുടെ ചിറകെന്നല്ല, കഴുകൻ്റെ ചിറക് കൊണ്ട് അവനെ ഞാൻ ഉയർത്തിപ്പറക്കും. കഴുകനെ പോലെ ഉയർന്നു പറക്കും. നീ ആഗ്രഹിച്ച സ്ഥലത്തൂടെ, ആഗ്രഹിച്ച രാജ്യങ്ങളിലൂടെ, ആഗ്രഹിച്ച പദവിയിൽ നിന്നെ ദൈവം പറത്തും. നിന്നെ ഒരു സെന്റർ ഓഫ് അട്രാക്ഷൻ ആക്കി ദൈവം മാറ്റും. അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദാവീദിനെയൊന്നും ആർക്കും വേണ്ടായിരുന്നു. പ്രവാചകൻ വീട്ടിൽ വരുമ്പം ആ വീട്ടിലെ അപ്പനും അമ്മയും പറഞ്ഞോ, ദാവീദ് എന്ന് പറഞ്ഞൊരു മകനും കൂടെ ഞങ്ങൾക്കുണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആരും പറഞ്ഞിട്ടില്ല. ആ പ്രവാചകൻ വന്ന് ചോദിക്കുകയാണ്, വേറെ മക്കളുണ്ടോ നിങ്ങൾക്ക്? അപ്പോഴാണ് പറയണ ഒരാളുണ്ടെന്ന്. എന്തിയെ നേരത്തെ പറയാഞ്ഞത്? വീട്ടിൽ പോലും വിലയില്ല, അത്ര വലിയ കാര്യമായിട്ട് കാണാത്ത ദാവീദ് സെൻറ്റർ ഓഫ് അട്രാക്ഷനായി മാറി. ദൈവമാണ് ഇങ്ങനെയുള്ള ചില അത്ഭുത പ്രവർത്തികൾ ദൈവം ചെയ്യും. അതുകൊണ്ട് പ്രതീക്ഷയോടെ ഇരുന്നേ, നിരാശ മാറ്റിക്കേ. പ്രതീക്ഷ. സക്കേവൂസ് ആരായിരുന്നു എന്നറിയാമോ? യേശുവിനെ കാണാൻ ആഗ്രഹിച്ചൊരു നല്ല മനുഷ്യൻ. ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞിട്ടൊന്നുമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചൊരു മനസ്സ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴോ കിട്ടിയതെല്ലാം നെഗറ്റീവ് അനുഭവമാണ്. മുമ്പിൽ നിൽക്കുന്നവരെല്ലാം പൊക്കമുള്ളവർ. എല്ലാവരും ദൈവത്തെ കാണാൻ തന്നെ വന്ന് നിൽക്കുന്നവരാണ്. പക്ഷെ എല്ലാവർക്കും പൊക്കമാണ്. ആരും ഒരു മാറിക്കൊടുക്കത്തില്ല. അവസാനം പുള്ളി മടുത്ത്. അവിടെ എനിക്കിഷ്ടപ്പെട്ട വാക്ക്, സക്കേവൂസ് പുറകോട്ട് ഓടിയെന്നോ വീട്ടിലേക്ക് ഓടിയെന്നോ, അവിടെ ഒരു സ്ഥലത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞു എന്നല്ല, അങ്ങനെ ഒരു പ്രതികൂല മുമ്പിൽ പൊക്കമുള്ള മനുഷ്യരാ യേശുവിനെ കാണാനൊന്നും പറ്റുന്നില്ല എന്നുണ്ടായപ്പോൾ എഴുതിയിരിക്കുന്ന വാക്ക് നോക്കൂ. 19-ാം അധ്യായം 4-ാമത്തെ വാക്യം, യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ വചനം, ഈ ശുശ്രൂഷയിലൊക്കെ നിങ്ങളെ പങ്കാളിയാക്കിയത് എന്തിനാണെന്നറിയോ? മുമ്പേ പുറകോട്ടോടാനല്ല, മുന്നോട്ടോടാനാണ്. നീ മുന്നോട്ടോടണം. ആരോ നിന്നോട് പറഞ്ഞു നീ ഇനി ഓടണ്ടാന്ന്. ചിലർ പറഞ്ഞു നിന്റെ ഓട്ടം ശരിയാവൂലെന്ന്. നിന്നെ ദൈവം വിളിച്ചത് മുന്നേ ഓടാനാ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പുറകോട്ടോടരുത്, പുറകിലായി പോകും. അങ്ങനെ പുറകിലായി പോകാനുള്ളതല്ല നിന്റെ ജീവിതം. മുന്നേ ഓടണം, മുന്നേ ഓടണം. എവിടെയാ തകർന്നത്, എവിടെയോ എവിടെ എന്തുമാകട്ടെ, മുന്നേ ഓടണം. ഈ മനുഷ്യൻ മുന്നേ ഓടി. ആരും കണ്ടില്ല മുന്നേ ഓടുന്നത്. പക്ഷെ ആ മനുഷ്യൻ മുന്നേ ഓടുന്നത് ദൈവം കണ്ടു, യേശു കണ്ടു. നിന്റെ ഓട്ടം, നിന്റെ ശ്രദ്ധ, നിന്റെ നടത്തം എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. എല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. ചടഞ്ഞിരിക്കാതെ, തലകുനിച്ചിരിക്കാതെ, കരഞ്ഞുകൊണ്ട് ആകെ എല്ലാം നഷ്ടപ്പെട്ട രീതിയിൽ ഇരിക്കാതെ എഴുന്നേറ്റ് ഓട്. ദൈവത്തിന് വേണ്ടി ദൈവീക കാര്യങ്ങളിൽ ആ മുന്നിൽ നിൽക്കുന്നെങ്കിൽ നീ ഒരിക്കലും പുറകിലായി പോകത്തില്ല. പ്രതീക്ഷയോടെ ഇരുന്നേ, പ്രതീക്ഷയോടെ ഇരുന്നേ. ദൈവം നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് പറഞ്ഞേ, എന്നെ ദൈവം അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞേ, എന്നെ ദൈവം രക്ഷിക്കുന്നെന്ന് പറഞ്ഞേ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ, നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞേ, ആദ്യം ദൈവം എന്നെ രക്ഷിക്കും. ഞാൻ മുന്നേ ഓടേണ്ട ആളാ. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ മുന്നേ ഓടും. എൻ്റെ കുടുംബജീവിതം ശരിയാകാൻ ഞാൻ മുന്നേ ഓടും. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹമാകാൻ ഞാൻ മുന്നേ ഓടും. ഇത് നാട്ടുകാർക്ക് വേണ്ടി ഓടിയ കാര്യമല്ല കേട്ടോ, ദൈവത്തെ കാണാൻ ഓടിയ കാര്യമാണ്. ഇന്ന് ലോകം മുഴുവൻ പറയുന്നത് ദൈവത്തെ കാണാൻ ഓടുന്നവർ വട്ടന്മാരും ഭ്രാന്തന്മാരും പണിയില്ലാത്തവരുമാണെന്നാണ് പറയുന്നത്. അല്ല, ദൈവത്തെ കാണാൻ വേണ്ടി ഓടിയ ഈ മനുഷ്യൻ്റെ കുടുംബം ഇന്നും നമുക്കറിയാം. ദൈവത്തെ കാണാൻ വേണ്ടി ഓടിയ ഈ കുടുംബനാഥനെ വർഷം എത്ര കഴിഞ്ഞിട്ടും 2023 ജീവിക്കുന്ന നമുക്ക് വരെ ഈ മനുഷ്യൻ്റെ പേരറിയാം.
അന്നത്തെ കാലത്ത് എത്രയോ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു. ആരുടെയും പേര് നിങ്ങൾക്കറിയാമോ? ആരുടെയും വീട്ടുപേര് നിങ്ങൾക്കറിയാമോ? പക്ഷെ ഈ മനുഷ്യന് നമുക്കറിയാം. എന്താ യോഗ്യത? പണമുള്ളത് കൊണ്ടല്ല നമ്മൾ ഓർക്കുന്നത്, അയാൾ ഇന്ന ജീവിതം നയിച്ചുകൊണ്ടല്ല, ദൈവത്തെ കാണാൻ ഓടിയവരെ ദൈവം മറക്കില്ലെന്നുള്ള തെളിവാണത്.